നമുക്ക് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. അത് തക്കാളിയും മാങ്ങയിട്ട് കറി വെക്കാം. ഇതിനുവേണ്ടി നമുക്ക് മാങ്ങ പിച്ചാൻ പോവാം. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്ന മാവിൽ നിന്നാണ് നമ്മൾ മാങ്ങ പിച്ചുന്നത്. ചെറിയ മാങ്ങയാണ്, പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. മാങ്ങ പിച്ചിട്ടുണ്ട്. നമുക്ക് കറി വെക്കാൻ പോവാം. കൊഞ്ച് തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി മാങ്ങ ചെത്തിയെടുക്കാം. മാങ്ങ ചെത്തി കഴുകി വൃത്തിയാക്കി എടുക്കാം. 1 മാങ്ങ പിച്ചിട്ടുണ്ട്, 2 മാങ്ങ എടുക്കുന്നുള്ളൂ. തക്കാളിയും കൂടി ഉണ്ടായിട്ട് പുളി കാണും, അതുകൊണ്ട് 2 മാങ്ങ എടുക്കുന്നുള്ളൂ. കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാങ്ങയും തക്കാളിയും ഇട്ട് കൊഞ്ച് കറി വെക്കുന്ന പ്രത്യേകതരം ടേസ്റ്റാണ്. ഇനി നമുക്ക് അരിഞ്ഞെടുക്കാം. മുരിങ്ങയ്ക്കായ കൂടി ഉണ്ടായിരുന്നേ നല്ലതായിരുന്നേനെ. ഇപ്പം മുരിങ്ങയ്ക്കായ ഇട്ടിട്ടില്ല. മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടൊരു പച്ചമുളക് കീറിയതിടാം. തക്കാളിയുണ്ട്, തക്കാളിയും കൂടി അരിഞ്ഞെടുക്കാം. ഇത് 3ഉം അരിഞ്ഞെടുത്തത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അരപ്പരയ്ക്കാം. തേങ്ങ, കൊച്ചുള്ളി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഇത് ഇത്രയോടെ നമുക്ക് അരച്ചെടുക്കാം. ചട്ടിക്കകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതും അരച്ച അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കലക്കി വെക്കാം. അതിനകത്തോട്ട് കൊഞ്ചും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം. അടുപ്പ് കത്തിച്ച് കറി അടച്ച് വെക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം.